voice of marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർ എങ്ങനെ ആ സ്റ്റാഫുകൾക്ക് മാതൃകയാകണം? അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ 1, 2, 3, ഇനി ഒരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10 സ്റ്റാഫ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. അവർക്ക് ഒരു റോൾ മോഡൽ ആവണം കേട്ടോ. സ്റ്റാഫുകൾ ചിലപ്പോൾ പെട്ടെന്ന് ലീവ് വരും. ആ സമയത്ത് ആ ഷോപ്പിൻ്റെ ഓണർ ഒരു മടിയും കൂടാതെ കൗണ്ടർ സെയിൽ നടത്തും. ചെറിയ ഐറ്റത്തിന് വേണ്ടി ഒരു കസ്റ്റമർ വന്നാൽ വളരെ സ്നേഹത്തോടെ സാറേ എന്താ വേണ്ടത് വരൂ എന്ന് പറഞ്ഞ് ആ ഷോപ്പിൻ്റെ ഓണർ തന്നെ ആ സാമ്പിൾസ് കാണിച്ചു കൊടുക്കും. ഏത് ബ്രാൻഡാണ് വേണ്ടതെന്ന് ചോദിക്കും. അല്ല, ഒരു കാലത്തൊക്കെ ഇദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ്. സ്റ്റാഫുകൾ വരുന്നതിന് മുമ്പ് ചില വളരെ താഴേക്കിടയിൽ നിന്നും കയറി വരുന്നവരാണെങ്കിൽ സ്റ്റാഫുകൾ വരുന്നതിന് മുമ്പ് അവരിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നവരാണ്. അതുകൊണ്ടൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, വർക്ക് ഈസ് വർഷിപ്പ്. ജോലി ഒരു പ്രാർത്ഥന തന്നെയാണ്. ഏത് ജോലിയായാലും വളരെ ബഹുമാനത്തോടെ, വളരെ ആദരവോടെ ആ ജോലി ചെയ്യുന്നവരെ കാണാനുള്ള ഒരു മനസ്സ്, അങ്ങനെ ഒരു കണ്ണ് നമുക്കുണ്ടാകണം. ഒരു റീറ്റെയിൽ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഈ സ്റ്റോഴ്സിൻ്റെ ഓണർ ഒരു മാതൃക തന്നെയാകണം. ഒരു ദിവസം അക്കൗണ്ടൻറ്റ് വന്നിട്ടില്ലെങ്കിൽ ആ അക്കൗണ്ടൻറ്റ് ജോലി ചെയ്യാൻ ഈ ഓണർ അറിഞ്ഞിരിക്കണം. ഒരു ദിവസം സെയിൽസ് സ്റ്റാഫ് വന്നിട്ടില്ലെങ്കിൽ കൗണ്ടർ സെയിൽ നടത്താനും ഈ ഓണർ അറിഞ്ഞിരിക്കണം. ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ സെയിൽസ് കൗണ്ടറിൽ നിൽക്കുന്ന സ്റ്റാഫിനെ കൊണ്ട് അത്യാവശ്യം വന്ന ഒരു ബില്ല് ചെയ്യിപ്പിക്കാനും ഒരു ഇൻവോയ്സ് അടിക്കാനും അദ്ദേഹം അറിഞ്ഞിരിക്കണം. അത്യാവശ്യം വന്നാൽ ഒരു അക്കൗണ്ടൻറ്റ് സെയിൽ നടത്താനും പഠിച്ചിരിക്കണം. അങ്ങനെ എല്ലാ ജോലികളും എല്ലാവരും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു റീറ്റെയിലിൻ്റെ ഓണർ തന്നെ അങ്ങനെ ആ സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്യിച്ച് വളർത്തിയെടുക്കുകയാണെങ്കിൽ അത്യാവശ്യമായിട്ടൊരു സന്ദർഭത്തിൽ ഈ ഓണർക്ക് ഇന്ന് ഷോപ്പിൽ എത്താൻ പറ്റിയില്ല. അദ്ദേഹത്തിന് പർച്ചേസ് നടത്താൻ ഡൽഹിക്ക് പോകേണ്ട വന്നു, അല്ലേ? അല്ലെങ്കിൽ വേറൊരു ഡിസ്ട്രിക്റ്റിലേക്ക് അയക്ക് യാത്ര നടത്തേണ്ട വന്നു, അല്ലെങ്കിൽ അത്യാവശ്യമായി ഒരു പേഴ്സണൽ ആവശ്യം വന്നു, ഷോപ്പിൽ നിന്നും 2 ദിവസം മാറി നിൽക്കേണ്ട ഒരു കാര്യം വന്നു, എന്തെങ്കിലും ചെറിയ രീതിയിലൊരു ഫീവർ വന്നു, പനി വന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഷോപ്പ് അടച്ചിടേണ്ട കാര്യമില്ല. എല്ലാ ജോലികളും എല്ലാവരും ചെയ്യാൻ പഠിപ്പിച്ചാൽ അത് ഓണർ തന്നെ മുൻകൈ എടുത്ത് അക്കൗണ്ട്സിൽ ഇരിക്കുന്ന ആളെ കൊണ്ട് കൗണ്ടർ സെയിൽ നടത്തിക്കാനും കൗണ്ടർ സെയിൽ നിൽക്കുന്ന ആളെ കൊണ്ട് അക്കൗണ്ട്സിലെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും, ഒപ്പം തന്നെ ക്യാഷിൻ്റെ കാര്യങ്ങൾ ഓണറായിരിക്കും ചിലപ്പോൾ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നത്. ഈ ക്യാഷ്, എത്ര ക്യാഷ് വരവ് വന്നിട്ടുണ്ട്, ആ ക്യാഷ് കൃത്യമായിട്ട് ഒരു സെയിൽസ് സ്റ്റാഫിനെ കൊണ്ട് ക്യാഷ് കൗണ്ടറിൽ ഇരുത്തി അതിന് ഒരു ട്രെയിൻ ചെയ്യിക്കുക. എത്ര പേയ്മെൻറ്റുകൾ കൊടുക്കാനുണ്ട്, എത്ര വരവുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് കൊടുക്കുകയും അങ്ങനെ ട്രെയിനിങ് കൊടുത്തെടുത്താൽ ആ ഓണർക്ക് തന്നെയാണ് അത് വളരെ ബെനിഫിറ്റായിട്ട് വരിക. ഭയങ്കരമായ ഒരു ഒത്തൊരുമ വേണം, അവിടെ ഒരു കൂട്ടായ്മ വേണം, ഒരു സ്നേഹബന്ധം സ്റ്റാഫുകളും ഓണറും തമ്മിൽ വേണം. ആ ഓണർ എല്ലാവരെയും സമഭാവനയോടെ എല്ലാ സ്റ്റാഫുകളെയും കണ്ടുകൊണ്ട്, എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട്, എല്ലാ ജോലികളും എടുപ്പിക്കുന്ന ലെവലിലേക്ക് ഓണർ അവരെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് അദ്ദേഹത്തിന് ഒരു ബെനിഫിറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. നമ്മുടെയൊക്കെ ജീവിതത്തിലെ 2 കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ. ഒന്ന്, ആറ്റിറ്റ്യൂഡ്. ഒരു ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എല്ലാത്തിലും നമുക്ക് ഉണ്ടായിരിക്കണം. ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായ ക്ലാസ്സുകൾ നമ്മൾ 3, 4, 5 എപ്പിസോഡായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഒരു ഷോപ്പിലേക്ക് പർച്ചേസ് നടത്തി ഒരു കസ്റ്റമർ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുകയാണ്, ഓണർ ഇരിക്കുകയാണ്. അയാൾ ഒരു 500 രൂപ നമ്മുടെ കയ്യിലേക്ക് തന്നു. ബാലൻസ് 50 രൂപ തിരിച്ചു കൊടുക്കുക. 50 രൂപ എടുത്തിട്ട് ബാക്കി എന്ന് പറയുന്നതിന് പകരം ബാക്കി 50 രൂപ ഒരു സ്മൈല് കൊടുത്തിട്ട് സ്നേഹത്തോടെ ആ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ആ കസ്റ്റമറുടെ മനസ്സ് നിറയും. അങ്ങനെ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടക്കുന്നവരുടെ മനസ്സിൽ സന്തോഷം കൊടുക്കാൻ ഒരു റീറ്റെയിലർക്ക് സാധിച്ചിരിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയും, ആ കസ്റ്റമറുടെ മനസ്സ് നിറയും. ഒരു സ്മൈലോടുകൂടി ആ ബാലൻസ് ക്യാഷ് കയ്യിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല പെരുമാറ്റം കാഴ്ചവെച്ച ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് തന്നെ ആ കസ്റ്റമർ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ
യാതൊരു സംശയവുമില്ല, ഡെഫിനറ്റാണ് നിങ്ങളെ തേടി തന്നെ ആ കസ്റ്റമർ വന്നിരിക്കും. വന്ന ഹിസ്റ്ററികളുണ്ട്. എപ്പോഴും ചരിത്രങ്ങളെ, ഹിസ്റ്ററികളെ, റിയാലിറ്റികളെ നമുക്ക് മൂടി വയ്ക്കാൻ സാധിക്കില്ല. ഒരു കസ്റ്റമറുടെ മനസ്സ് നിറച്ച് വേണം ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നും പറഞ്ഞു വിടാൻ. ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അയാളുടെ നീഡ്സ് എന്താണ്, അയാളുടെ ആവശ്യം എന്താണ്, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർക്കോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്കോ കഴിഞ്ഞിരിക്കണം. അങ്ങനെ കഴിയുമ്പോൾ വളരെ സ്മൈലോടുകൂടി, റെസ്പെക്റ്റോടുകൂടി അദ്ദേഹത്തോട് പെരുമാറാൻ, ആ കസ്റ്റമറോട് പെരുമാറാൻ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർക്കും ആ സ്റ്റാഫുകൾക്കും സാധിച്ചിരിക്കണം. നമ്മുടെ മുഖം എന്തിൻ്റെ കണ്ണാടിയാണെന്ന് പറഞ്ഞേക്കണേ? മനസ്സിൻ്റെ കണ്ണാടിയാണ്. അപ്പം നമ്മുടെ മുഖത്തിൽ ഒരു തെളിമയും ഒരു തെളിച്ചവും ഒരു റെസ്പെക്റ്റും ഒരു ആദരവും ഒക്കെ വേണം. ഒരു കസ്റ്റമറെയും പുച്ഛിക്കരുത്, നിസ്സാരനായിട്ട് കാണരുത്. ഈ ലോകത്തെ ഓരോ മനുഷ്യരും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അവർ വലിയവരാണ്, നമ്മളെക്കാൾ കഴിവുള്ളവരാണ്. നമ്മൾ മീറ്റ് ചെയ്യുന്ന കസ്റ്റമർ എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. ആ രീതിയിൽ അവരെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ തിരിച്ചും ആ രീതിയിലുള്ള റെസ്പെക്റ്റ് നിങ്ങൾക്കും കിട്ടും. ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ് കേട്ടിട്ടുണ്ടാവും. എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണർക്ക് കഴിഞ്ഞിരിക്കണം. ആ സ്റ്റാഫുകൾക്കും ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ ഒരു റീറ്റെയിൽ ഷോപ്പിനെ നമ്മുടെ വീടായിട്ടൊന്ന് കണ്ടുകൂടെ? നമ്മുടെ വീട് എങ്ങനെ നമ്മൾ വളരെ ഭംഗിയായി പരിപാലിക്കുന്നു, അതുപോലെ ആ ഫീല് ആ ഓണർ തന്നെ സ്റ്റാഫുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വീടാണ് നമ്മുടെ റീറ്റെയിൽ ഷോപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റോടെ അതിനെ കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം കേട്ടോ. നമ്മൾ ഒരു നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോൾ, നമ്മുടെ റിലേറ്റീവ്, നമ്മുടെ സുഹൃത്ത്, മറ്റു ആരുമാകട്ടെ കടന്നു വരുമ്പോൾ അവരോട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരോട് ഇടപഴകുന്നത്? വരൂ സുഹൃത്തെ, അല്ലെങ്കിൽ എടാ നീ എത്ര ആളായി, നിന്നെ കണ്ടിട്ട് കുറേ കാലമായില്ലോ, വരൂ ഇരിക്കടാ എന്നൊക്കെ വളരെ സ്നേഹത്തോടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും അല്ലേ. ഞങ്ങളുടെ നാട്ടിലാണ് നല്ല സംഭാരമൊക്കെ, കാന്താരി മുളകും ഒക്കെ ഇട്ട് നല്ല സൂപ്പർ, നല്ല കൊഴുപ്പുള്ള സംഭാരം കൊടുക്കും. സംഭാരമൊക്കെ എല്ലാവർക്കും എനിക്കിഷ്ടമാണ് കേട്ടോ. ആ ആതിഥ്യ മര്യാദകളൊക്കെ ചെയ്യൂലേ നമ്മൾ. അതിഥി ദേവോ ഭവ എന്ന് നമ്മുടെ ഒരു ആപ്തവാക്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വീടിൻ്റെ കൺസെപ്റ്റോടെ ഒരു വീട്ടിലേക്ക് എങ്ങനെ നമ്മളൊരു അതിഥി വരുന്നു, അതുപോലെ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ, ഒരു കസ്റ്റമറെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ അവരെ തിരിച്ച് അയക്കുമ്പോൾ എങ്ങനെയാണ്, ഒരു പ്രോഡക്റ്റായിട്ട് അവരുടെ അടുത്ത് ഒരു പ്രോഡക്റ്റ് അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, ആ പ്രോഡക്റ്റ് അവരാവശ്യപ്പെടുകയാണെങ്കിൽ അവരുടെ അടുത്ത് തന്നെ വണ്ടി കിടക്കുന്നതാവാം, ആ വണ്ടിയിലേക്ക് എടുത്തു വയ്ക്കാൻ നമ്മുടെ സ്റ്റാഫുകൾ തന്നെ ഒന്ന് സഹകരിച്ചു. നമ്മുടെ സ്റ്റാഫുകൾ തന്നെ ആ വണ്ടിയിലേക്ക് ആ പ്രോഡക്റ്റ് എടുത്തു വച്ചു എന്ന് കരുതി ഒന്നും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുന്നവർ കഴിയുമെങ്കിൽ അയാൾക്ക് ചായയോ കോഫിയോ കൊടുക്കുക, ചെറിയ സ്നാക്സൊക്കെ അങ്ങനെ സാധ്യമെങ്കിൽ കൊടുക്കുക. ഞാൻ ഒരിടത്ത് കണ്ടതാണ്, ആ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ആ ഷോപ്പിനോട് ചേർന്ന് ഒരു ചെറിയ കൗണ്ടർ പോലെ ഓപ്പൺ ചെയ്തിട്ട് ഉച്ചയൂണ്, ഭക്ഷണം കിട്ടാത്തവർക്കുള്ള ഉച്ചയൂണ് എന്ന് പറഞ്ഞ ഒരു ചോറുംപതി എപ്പോഴും 1, 2, 3 ചോറുംപതി എപ്പോഴും അതിനകത്തുണ്ടാകും. അദ്ദേഹം വീട്ടിൽ നിന്നും വരുമ്പോൾ 1, 2 ചോറുംപതി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ചോറ് കഴിക്കാത്തവർ ഉച്ചനേരത്ത് ആരും പട്ടിണി കിടക്കരുത് എന്നുള്ളൊരു കൺസെപ്റ്റോടെ, അപ്പോൾ അത് എല്ലാ ദിവസവും ആ ചോറിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. 1, 2 പൊതികളുണ്ടെങ്കിൽ ആ പൊതി എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റൊരു കാര്യമാണ്. ഭക്ഷണം ഒരാൾക്ക് വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ മഹത്തരമായ വലിയൊരു പുണ്യപ്രവൃത്തി കൂടിയാണ്.
ഇതിനോടൊപ്പം അങ്ങനെയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവരെ സഹായിച്ച് ഈ ലോകത്ത് ജീവിക്കുക, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവരെ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് ജീവിക്കുക, അതൊക്കെ ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു ടൗണിലാണെങ്കിലും ഒരു ഗ്രാമത്തിലാണെങ്കിലും ഒരു റീറ്റെയിൽ ഷോപ്പ് ഉണ്ടാവുക എന്നത് വളരെ അനുഗ്രഹം തന്നെയാണ്. മിതമായ വിലയ്ക്ക് ആ റീറ്റെയിലറുകാരൻ വലിയൊരു സർവീസാണ് ആ സൊസൈറ്റിക്ക് നൽകുന്നത്. ഒപ്പം തന്നെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും അവരുടെ മാനസിക തലത്തിലേക്ക് വന്നിട്ട് അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുകൂടി അദ്ദേഹം വളർത്തിയെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമല്ലേ. പല റീറ്റെയിൽ ഷോപ്പുകളിലും പർച്ചേസ് ചെയ്യുന്നതും അതുപോലെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇടുന്നതും അത് അതിൻ്റെ ഓണർ തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന അക്കൗണ്ടൻറ്റോ അത്രമാത്രം അറ്റാച്ചായിട്ട് നിൽക്കുന്ന ഒരു അക്കൗണ്ടൻറ്റ് അദ്ദേഹത്തിനുണ്ടാകാം, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകാം. എല്ലാ ബിസിനസ്സിൻ്റെ സക്സസിൻ്റെ ബാക്കിലും അങ്ങനെ ഒരാളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് പറയാൻ കാരണം ഒരു പ്രോഡക്റ്റ് എത്ര പൈസയ്ക്ക് നമുക്ക് കിട്ടുന്നു, അതിൻ്റെ എത്ര മാർജിൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. മിതമായ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാതെ നമുക്ക് ആ ഷോപ്പ് റൺ ചെയ്യാൻ പറ്റില്ല, ശരിയല്ലേ? ഇലക്ട്രിസിറ്റി പൈസ കൊടുക്കണം, സ്റ്റാഫുകൾ എത്രയുണ്ട് അവരുടെ സാലറി കൊടുക്കണം, മറ്റുള്ള റെൻറ്റ് കൊടുക്കേണ്ടി വരും, മറ്റ് എന്തുമാത്രം എക്സ്പെൻസുകൾ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ കൊടുക്കണം. ചെറിയ രീതിയിലുള്ള പിരിവുകളായിട്ട് വരുമ്പോൾ അവർക്ക് അതിനുള്ള പൈസ കൊടുക്കണം, അല്ലേ? അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം വേണം അദ്ദേഹത്തിൻ്റെ ആ റീറ്റെയിലറുകാരൻ സാലറി മന്ത്ലി എടുക്കണം. റീറ്റെയിൽ ഷോപ്പുകാരൻ ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ റേറ്റിൽ തന്നെ ആ സ്റ്റാഫുകൾ ആ പ്രോഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കണം. അങ്ങനെ വിൽക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ റേറ്റ് ഡൗൺ ചെയ്യേണ്ടി വരും. റേറ്റ് ഡൗൺ ചെയ്ത് കൊടുക്കുമ്പോൾ അവസാനം നമുക്ക് ബിസിനസ് മോശമാണ്, അതുകൊണ്ട് ഇനിയും ഞാൻ റേറ്റ് ഡൗൺ ചെയ്ത് വിൽക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ് എന്നുള്ള ആ നിലയിലേക്ക് ചിന്തിച്ച് റേറ്റ് ഡൗൺ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഷോപ്പ് നഷ്ടത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റേറ്റിൽ തന്നെ റീറ്റെയിലറുകാരൻ ആ പ്രോഡക്റ്റ് വിറ്റിരിക്കണം. അതിനെ സാധിക്കുകയുള്ളൂ എന്ന് സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ ആ റേറ്റിൽ കസ്റ്റമർ വാങ്ങിച്ചുകൊണ്ട് പോകാൻ തയ്യാറാകും. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഭയപ്പെടണം, അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നമ്മളൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് കസ്റ്റമറിന് കൊടുക്കുന്നത്. ഒരു പ്രൈസ്, ഒരു കൃത്യമായ നിശ്ചയിക്കപ്പെട്ട പ്രൈസ് 100 രൂപ ഫോർ എക്സാമ്പിൾ, ആ 100 രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഒരു ടീം വർക്ക് ഉണ്ടാവണം കേട്ടോ. റീറ്റെയിൽ ഷോപ്പിൻ്റെ ഓണറും സ്റ്റാഫുകളും ഒരു ടീം വർക്ക് ഉണ്ടായിരിക്കണം. ഒരു കസ്റ്റമർ എപ്പോഴാണ് നമ്മുടെ ഷോപ്പിലേക്ക് വാക്കിൻ ചെയ്യുന്നത്? റോഡിലൂടെ, തെരുവിലൂടെ വളരെയധികം ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അവർ പോകുന്നത് ഓരോ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ശരിയാണോ? ഓരോ ലക്ഷ്യങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് അവർ പോകുന്നത്. ഒരു പഴക്കടയിലേക്ക് എന്തിനാണ് ഒരാൾ കയറി വരുന്നത്? ആ പഴം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഒരു ടെക്സ്റ്റൈലിലേക്ക് എന്തിനാണ് ഒരാൾ കയറിപ്പോകുന്നത്? അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു ക്ലോത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു സാനിറ്ററി ഷോപ്പിലേക്ക് എന്തിനാണ് പോകുന്നത്? സാനിറ്ററി ആയിട്ടുള്ള ഐറ്റം വാങ്ങിക്കാൻ. ഇലക്ട്രിക്കൽ ഷോപ്പിലേക്ക് എന്തിനു പോകുന്നു? ഇലക്ട്രിക്കൽ ഐറ്റം വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ഷോപ്പിലേക്ക് ഒരാൾ വാക്കിൻ ചെയ്യുന്നത് പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ആ പർച്ചേസിങ് പവർ അദ്ദേഹത്തിനുണ്ട്. പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നീഡ്സ്, ഒരാവശ്യം ഉണ്ടായിരിക്കും. ആ ആവശ്യം, അദ്ദേഹത്തിൻ്റെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മണി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടാകും. അതും വെച്ചുകൊണ്ടായിരിക്കാം ആ ഷോപ്പിലേക്ക് വാക്കിൻ ചെയ്യുന്നത്. ആ ഷോപ്പിലേക്ക് വാക്കിൻ ചെയ്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി, അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുള്ള ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്നത്. നിങ്ങളുടെ ഷോപ്പിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റായിട്ട് നിങ്ങളുടെ ഷോപ്പിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കസ്റ്റമർ വരുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് വാക്കിൻ ചെയ്യുന്ന ഒരു കസ്റ്റമർ പോലും ഒരു പ്രോഡക്റ്റ് പോലും മേടിക്കാതെ, വാങ്ങിക്കാതെ നിങ്ങളുടെ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടക്കരുത് എന്നുള്ള തീരുമാനം നമുക്കെടുക്കാൻ പറ്റണം. അതാണ് സക്സസ് ആയ ഒരു കൗണ്ടർ സെയിൽ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ റെസ്പോൺസ്, ഒരു സക്സസ് ആയ ഒരു ഷോപ്പ് ഓണറുടെ റെസ്പോൺസ്, ഉത്തരവാദിത്വം. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ
കൗണ്ടറിലേക്ക് വന്നാൽ അവിടെ ആരും ശ്രദ്ധിക്കാനില്ല. കുറേ നേരം നോക്കി നിന്ന് ഇറങ്ങി നടക്കും, അടുത്ത കൗണ്ടറിൽ കയറും, അടുത്ത ഷോപ്പിൽ കയറും, വാങ്ങിച്ചുകൊണ്ട് പോകും. കയറി വരുന്ന ഓരോ കസ്റ്റമറും നമ്മുടെ റവന്യൂ ആണ്. പ്രോഡക്റ്റ് കൺവേർട്ട് ഇൻ ടു ക്യാഷ്, അതാണ് ആ പ്രോസസ്സാണ് ഒരു ഷോപ്പുകാരൻ നടത്തേണ്ടത്, ഒരു ഷോപ്പ് ഓണർ നടത്തേണ്ടത്, ഒരു സെയിൽസ് സ്റ്റാഫ് നടത്തേണ്ടത്, ഒരു റീറ്റെയിൽ കൗണ്ടറിലിരിക്കുന്ന ആൾ നടത്തേണ്ടത്. ആ ബോധമണ്ഡലത്തിലേക്ക് ഒരു റീറ്റെയിലർ വളരണം. അങ്ങനെ വളരണമെങ്കിൽ അവരെ വളരെയധികം ഫോക്കസ് ചെയ്ത് അവരെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചിരിക്കണം. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാതെ ഒരു സ്റ്റാഫോ 2 സ്റ്റാഫോ 3 സ്റ്റാഫോ ഓണറും വിചാരിച്ച് അയാൾ പർച്ചേസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്നിരിക്കുന്ന ആളാണെങ്കിൽ, അയാളുടെ കയ്യിൽ പർച്ചേസ് ചെയ്യാനുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ടേ ആ കൗണ്ടറിൽ നിന്നും നിങ്ങൾ പുറത്ത് കടത്തി വിടാവൂ. ആ ഒരു തീരുമാനത്തോടെ രാവിലെ ഒരു കൗണ്ടർ സൈഡിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ, ഒരു ഓണർ ആ തീരുമാനം എടുത്ത് വേണം ആ സീറ്റിൽ, ആ ചെയറിൽ ഇരിക്കാൻ. ഓൾ ദ ബെസ്റ്റ്.